അക്രമം നമ്മുടെ സ്വഭാവമല്ല. ഗുരുജിയുടെ അഭിപ്രായത്തിൽ നമുക്ക് കേൾക്കാം. എന്റെ ബാല്യകാലത്ത് ഇന്ത്യയിൽ അക്രമരാഹിത്യമായിരുന്നു. അഹിംസ ഏറ്റവും ഉയർന്ന മൂല്യമായി കണക്കാക്കിയിരുന്നത് എന്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധിയുടെ അടിയുറച്ച അനുയായിയും അഹിംസയിലൂടെ സാമൂഹികവും രാഷ്ട്രീയപരവുമായി പരിവർത്തനങ്ങൾ വരുത്താമെന്ന് വിശ്വസിച്ചിരുന്നയാളുമാണ്. മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല, ഡെസ്മണ്ട് ടുട്ടു, ലേ വലേസ തുടങ്ങിയ മഹാത്മാക്കളെ അക്രമരാഹിത്യത്തിന്റെ മാതൃകകളായി ആധുനിക സമൂഹവും കണക്കാക്കുന്നു. എന്നിരുന്നാലും അടിസ്ഥാന മൂല്യങ്ങൾക്ക് ഇന്ന് ച്യുതി സംഭവിച്ചിരിക്കുന്നതിനാൽ സമൂഹത്തിൽ അക്രമവും സംഘടനകളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന ഗാർഹികവും സാമൂഹികവുമായ അക്രമങ്ങൾ മനുഷ്യജീവിതത്തിന് ഭീഷണിയുണർത്തുന്നവയാണ്. കുട്ടികളിലും ഈ അക്രമവാസന പ്രകടമായി കാണാം. അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിലും ഈ ദുരവസ്ഥ വർദ്ധിച്ചു വരികയാണ്. ക്ലാസ് മുറികളിൽ അക്രമവാസനയുള്ള കുട്ടികൾക്ക് ഒരു നായക പരിവേഷം തന്നെ ലഭിച്ചിരിക്കുകയാണ്. സംയമനം നഷ്ടപ്പെടുന്നതും അക്രമാസക്തരാകുന്നതും മറ്റും കുട്ടികളുടെ ഇടയിൽ ഒരു സാധാരണ സംഭവമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നു മാത്രമല്ല, വിദ്യാർത്ഥികൾ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അക്രമികൾക്കും ബഹളമുണ്ടാക്കുന്നവർക്കും മാത്രമേ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയുള്ളൂ എന്നൊരു മിഥ്യാധാരണയും കുട്ടികളുടെ ഇടയിൽ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അപ്രകാരമുള്ള പല സംഭവങ്ങളും പത്രമാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. സഹകരണത്തിലും ശാന്തിയിലുമാണ് ശക്തിയും അന്തസ്സും നിലകൊള്ളുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പല സന്ദർഭങ്ങളിലും ഈ ഗുണങ്ങൾ അവഗണിക്കപ്പെടാറുണ്ടെങ്കിൽ പോലും പുതിയ ദശാബ്ദം നേരിടുന്ന വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാൻ എല്ലാ രാഷ്ട്രങ്ങളും തയ്യാറെടുക്കുകയാണ്. ഈ അവസരത്തിൽ ഇന്ത്യയിലും രസകരവും ആനന്ദകരവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിൽ വരുത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ജ്ഞാനത്തെ വിജയകരമായി ഏകീകരിക്കാനും ഗ്രഹിക്കാനുമുള്ള ഓരോ കുട്ടികളുടെയും കഴിവിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ നയം. യുവാക്കളെ സമാധാനവും ഉത്തരവാദിത്വബോധവും സ്വാഭിമാനവും തിരികെ കൊണ്ടുവരേണ്ടതും വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ ഉദ്ദേശമായി അത് മാറുകയും ചെയ്യണം. അക്രമം ശബ്ദായമാനമെങ്കിൽ അക്രമരാഹിത്യം മൗനത്തിലാണ് സംഭവിക്കുന്നത്. മൗനത്തിൽ സംഭവിക്കുന്ന അഹിംസാഭാവം സമൂഹത്തിൽ ഉച്ചത്തിൽ വ്യക്തമായി മുഴങ്ങിക്കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. സമാധാനം, ദീനാനുകമ്പ ഈ സവിശേഷ ഗുണങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ യുവാക്കൾ അഭിമാനം കൊള്ളുകയും വേണം. ഇത് ജീവിതത്തിന്റെ പുതിയ പാതയിലൂടെ മുന്നോട്ടു പോകാൻ അവരെ സഹായിക്കും. സമൂഹത്തിൽ അക്രമരാഹിത്യം വളർത്തിയെടുക്കാൻ സൗഹൃദം, ദയ, അഹിംസ തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാമെന്ന് ഓരോ വിദ്യാർത്ഥിയും വാഗ്ദാനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം ജനങ്ങളുടെ ഇടയിൽ കാണുന്ന നിയമലംഘനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പുറകിൽ എന്റേത്, എന്റെ സ്വന്തം എന്ന തോന്നലിന്റെ അഭാവമാണ്. തന്റെ സ്വന്തമായൊരു വ്യക്തിയോട് നമുക്ക് കർക്കശമായി പെരുമാറാനാകില്ലല്ലോ. മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പരിമിതമായ അറിവും സമഗ്രമായ വിദ്യാഭ്യാസത്തിന്റെ അഭാവവുമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന അകൽച്ചയുടെ പ്രധാന കാരണം. ഹൃദയ നൈർമല്യത്തിനും സ്വഭാവ രൂപീകരണത്തിനും എല്ലാവരും തന്റെ സ്വന്തം എന്ന ബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്വത്തിനും ദീനാനുകമ്പയ്ക്കും മാനുഷിക താൽപര്യങ്ങൾക്കും ശ്രദ്ധ നൽകിയാൽ മാത്രമേ അത് സാധ്യമാകൂ. അക്രമരാഹിത്യത്തിന് പ്രാധാന്യം നൽകുന്ന പരിപാടികളിൽ വിദ്യാർത്ഥികൾ തീർച്ചയായും പങ്കെടുക്കണം. സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ കുട്ടികളെ സഹായിക്കാൻ 3 ഘടകങ്ങൾ ചേർന്ന സമഗ്രമായൊരു സമീപനമാണ് വേണ്ടത്. അധ്യാപകരും മാതാപിതാക്കളും ഒത്തുചേർന്ന് കുട്ടികളുടെ പഠനം രസകരമാക്കാൻ ശ്രമിക്കണം. വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും
വിദ്യാർത്ഥികൾക്ക് പരിചിതമാക്കുക എന്നതാണ് ഒന്നാമത്തെ ഘടകം. വിവിധ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു അറിവ് പോലും അവരെ വിശാലമനസ്കരാക്കും. ലോകത്തിലെ ഏതെങ്കിലും ചെറിയൊരു കോണിലിരുന്ന് സമൂഹത്തിനു വേണ്ടി തങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് തോന്നൽ ഉണ്ടാകുന്നത് തന്നെ ഈ ലോകത്തിൽ അശാന്തി നിറയ്ക്കും. വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വർണ്ണങ്ങളും നിറഞ്ഞ വലിയൊരു ലോകം തന്റെ സ്വന്തമാണെന്നും അതുമായി താതാത്മ്യം പ്രാപിക്കണമെന്നുമുള്ള ഒരു ത്വര യുവാക്കളിൽ വളർത്തിയെടുക്കണം. വീടിന് പുറത്തുള്ള പ്രവർത്തനങ്ങളും കളികളും ശാരീരിക ആരോഗ്യവുമാണ് കുട്ടികളെ സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഘടകം. കമ്പ്യൂട്ടർ, വീഡിയോ ഗെയിമുകൾ, മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ കണ്ടുപിടുത്തത്തോടെ ലോകം വല്ലാത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. കുട്ടികൾ പുറത്തുപോയി മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്നില്ല. പകരം വീടിനുള്ളിൽ അടച്ചിട്ടിരുന്ന് സംഘടനകൾ നിറഞ്ഞ കളികളുമായി അവരുടെ ഒഴിവു സമയം ചെലവഴിക്കുന്നു. സ്പോർട്സ്, യോഗ, പ്രാണായാമം തുടങ്ങി മനസ്സിനെ ശാന്തമാക്കുന്ന പ്രവൃത്തികളിൽ താൽപര്യം കണ്ടെത്താൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. മൂന്നാമതായി, കുട്ടികൾ സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടട്ടെ. അത് അവരിൽ സംതൃപ്തിയും ആത്മവിശ്വാസവും വളർത്തും. അതിലൂടെ സമൂഹത്തിന് ആശാവഹമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ യുവജനങ്ങൾക്ക് സാധിക്കും. അക്രമം നമ്മുടെ ശരിയായ സ്വഭാവമല്ല. അത് ഒരു നല്ല സംസ്കാരത്തിന്റെ അടിത്തറയുമല്ല. മാനുഷിക മൂല്യങ്ങൾ നാം ജനങ്ങളിൽ വളർത്തിയെടുക്കുമ്പോൾ അത് അവരിൽ നിറയ്ക്കുന്ന ആത്മവിശ്വാസവും ശാന്തിയും വളരെ വലുതാണ്. അത് ഒരു ശാശ്വത ഫലം പ്രദാനം ചെയ്യുകയും ഈ ലോകം മുഴുവൻ അതിന്റെ ഗുണമനുഭവിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ മഹാത്മാഗാന്ധി നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ അത് നമുക്ക് തെളിയിച്ചു തന്നു. അതുകൊണ്ട് നാം ഒന്നു ചേർന്ന് മൂല്യങ്ങളുടെ പരമകാഷ്ഠയായ അക്രമരാഹിത്യത്തെ, അഹിംസയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുക.